എങ്ങനെയാണ് അജ്മിയുടെ എക്സ്പാൻഷനുള്ള ഐഡിയാസ് എന്തൊക്കെയാണ് രാഷ്ട്രത്തെ? അജ്മി ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ സെക്ഷനിൽ പറയുന്നതിലും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ്. കാരണം ഇവർ കേരളത്തിൽ ബിൽഡ് ചെയ്യുമ്പോൾ ഞങ്ങൾ കേരളത്തിൻ്റെ പുറത്തുള്ള കസ്റ്റമേഴ്സിനെ എങ്ങനെ അജ്മിയെ എത്തിക്കാൻ പറ്റുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ഇത് ഞങ്ങളുടെ നാട്ടിൽ മാത്രം ഉണ്ടായിരുന്ന പ്രൊഡക്റ്റ് പിന്നെ കേരളത്തിൻ്റെ പുറത്തോട്ട് കൊണ്ടുപോയി, പിന്നെ അത് ഇൻ്റർനാഷണലി കൊണ്ടുപോയാണ്. ഫസ്റ്റ് GCC കൺട്രീസുകളിലുണ്ട്, പിന്നെ യൂറോപ്പിലായി, US-ലായി. അപ്പോൾ അവിടെയൊക്കെ നമ്മുടെ വെയർ ഹൗസസിൽ ഇട്ടിട്ട് അവിടെ നിന്ന് സപ്ലൈ ചെയിൻ സെറ്റ് ചെയ്ത് അവിടെയുള്ള ചെറിയ ഷോപ്പിലും മലയാളി ഷോപ്പിലും അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റോറിലും അജ്മി വെച്ചുകൊണ്ട് ഇവിടെ നിന്ന് ആര് മൈഗ്രേറ്റ് ആയോ അവരെയൊക്കെ നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സ് ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഗോൾസ്. കാരണം ഇവിടെ നിന്ന് ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്തവർക്ക് ഡെഫിനറ്റ്ലി അവിടെ പോയി കഴിയുമ്പോൾ അവർ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യും. പിന്നെ മലയാളികൾക്ക് എസ്പെഷ്യലി ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുക ഫുഡായിരിക്കും. അവരുടെ ഓതൻറ്റിക് ഫുഡ് കിട്ടിക്കഴിഞ്ഞാൽ അവർ ഹാപ്പിയാണ്. അപ്പോൾ അങ്ങനെ എല്ലാ എടുത്തും മലയാളി എവിടെയുണ്ടോ അവിടെയൊക്കെ അജ്മി എത്തിക്കുക, അതാണ് ഞങ്ങളുടെ മോട്ടോ. ഇപ്പോൾ എത്ര ലക്ഷം കസ്റ്റമേഴ്സ് ഉണ്ടാവുമെന്നാണ് കരുതുന്നത്? അജ്മി ഏകദേശം ഞങ്ങളിപ്പോൾ ഒരു 2 ലക്ഷം കിലോ പ്രൊഡക്ഷനുള്ള ഒരു കമ്പനിയാണ്. അറൗണ്ട് ഒരു 25 lakhs പീപ്പിൾസ് ഡെയിലി അജ്മി ഫുഡ് കഴിക്കുന്നുണ്ട്.